ഹൗസ് ആണ്. നാളത്തെ എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു സംഭവമാണ്. എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത് സോത്താഹി ഖാത്താഹി ഖീൽത്താഹി എന്ന് പറയുന്നതിന്റെ ആ ഒരു അർത്ഥം നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. മക്കളോട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ പോലെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മുടെ പിള്ളയ്ക്ക് പകരം നമ്മുടെ നായ്ക്കുട്ടിക്ക് പകരം വേറെ ആരെങ്കിലും തരും. എന്നിട്ട് സോത്താഹി എന്ന് വെച്ചാൽ എന്താണ്? ഉറങ്ങുന്നു എന്നുള്ള അർത്ഥം അല്ലെ മക്കളെ. എവിടെയായിരിക്കും ഫില്ലാക്കേണ്ടി വരിക? ഈ ഒരു ഭാഗമായിരിക്കും ഫില്ലാക്കേണ്ടി വരിക. ഉറങ്ങുന്ന പിക്ചർ തരും. എന്നിട്ട് ഇവിടെ നമ്മളുടെ പിള്ളയോ അല്ലെങ്കിൽ ഹാത്തി ആനയുടെയോ അങ്ങനെ ആരുടെയെങ്കിലും പിക്ചർ തരും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് മക്കളെ എഴുതണം എന്താണ്? സോത്താഹി ഉറങ്ങുന്നു. ഉറങ്ങുന്നു എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ സോത്താഹി എന്നാണ് പറയുന്നത് അല്ലെ. അതേപോലെ മക്കളോട് എന്താണ്? കഴിക്കുന്ന പിക്ചർ തരും. കഴിക്കുന്ന പിക്ചർ തന്നിട്ട് മക്കളോട് എന്താണ്? ഫില്ല് ചെയ്യാൻ പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? ഖാത്താഹി എന്ന് വെച്ചാൽ എന്താണ്? കഴിക്കുന്നു എന്നുള്ള മീനിങ് അല്ലെ. ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി കളിക്കുന്ന പിക്ചർ തരും. ഏതെങ്കിലും ഒരു മൃഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ലടിക്കുകയോ പെൺകുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ മക്കൾ എഴുതേണ്ട കാര്യമാണ് എന്താണ്? കളിക്കുന്ന പിക്ചർ തരുവാണ്. കളിക്കുന്നതിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്? ഖേൽത്താഹേ എന്നാണ് പറയുന്നത് അല്ലെ. നോക്കിക്കേ, ഖേൽത്താഹേ കളിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തായാലും എന്റെ മക്കൾക്ക് എന്താണ്? മാറിപ്പോരുത്. സോത്താഹേ ഖാത്താഹേ പിന്നെ എന്താണ്? ഖേൽത്താഹേ എന്നുള്ള സാധനം മറന്നു പോരുത്. എന്തായാലും പഠിച്ചിട്ട് പോയിക്കോളാം നാളത്തെ നമ്മുടെ എക്സാമിന് കേട്ടോ. അപ്പൊ നാളത്തെ എക്സാം നന്നായിട്ട് എഴുതിക്കോളാം. ഓൾ ദ ബെസ്റ്റ്. ടാറ്റ ബൈ ബൈ.